എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പരിയാരം പഞ്ചായത്തിലെ 2-ാം വാർഡ് സിനി മെമ്പറാണ് എൻ്റെ പറയുന്നത് നിൽക്കുന്നത്. ഇത് പോത്തോടി കമ്മളം റോഡ് എന്ന് പറഞ്ഞ റോഡാണ്. ഈ റോട്ടിൽ സ്ഥിരമായിട്ട് ഈ മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറുന്നതാണ്. ഇവിടെ സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന ജോസഫേൻ്റെ വീട് തൊട്ടടുത്ത്, ജോസഫ് ആലങ്കട്ടാരെന്ന് പറഞ്ഞാൽ ജോസഫേൻ്റെ വീട്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, ആ വീട്ടിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിനി മെമ്പർ ഉണ്ട് നമ്മളിവിടെ. ഇവിടെ പരിസരവാസികളൊക്കെ തന്നെ ജാഗ്രതയോട് കൂടിയിട്ട് അവർ സാധനങ്ങളൊക്കെ പലരും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മെമ്പറോട് ചോദിക്കാം. പരിയാരം പഞ്ചായത്തിൽ ഏറ്റവും ഫസ്റ്റ് കയറുന്ന ഒരു ഭാഗമാണ് പോത്തോടി കമ്മളം റോട്ടിൽ. ഇത് നമ്മുടെ ഒരു വീട്ടിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. 2-ാം വാർഡിൽ ജോസഫ് ആലങ്ങാട്ടുകാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഇത് വർഷങ്ങളിൽ കയറുന്ന ഒരു ഭാഗമാണ്. ഇതിനേക്കാൾ ഉപരി നമ്മളുടെ വീട് കയറിയിരിക്കുന്ന അതിനേക്കാൾ ഉപരി വലിയൊരു കൃഷി, നമ്മുടെ ഏക്കർ കണക്കിന് കൃഷി ഭാഗങ്ങളിലാണ് വെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു പകലൊക്കെ ആണെങ്കിൽ വന്നാൽ കാണാം, വാഴയും കൊള്ളിയൊക്കെയും കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. ജനങ്ങളുടെ ഉപജീവന മാർഗം കൂടി ആണല്ലോ. അപ്പം അതൊക്കെ വലിയൊരു ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു. ഇവിടെ മറ്റ് ഇപ്പോൾ ഈ വീടല്ലാണ്ട് മറ്റ് വീടുകളിലേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വെള്ളം കയറില്ല. ഇപ്പോൾ ഈ വീട് ഏകദേശം ഒരു മേളിലേക്ക് 2-ാം നിലയിലേക്ക് കയറി അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് കയറുള്ളൂ. ഇപ്പം ഇവരെയാണ് നമ്മൾ മാറ്റിയേക്കണത്. എവിടേക്കാണ് അവരെ മാറ്റിയിട്ട്? ഇവരെ അവരുടെ ഒരു ബന്ധുവീട്ടിലേക്കാണ് അവർ മാറിയിരിക്കുന്നത്. വെള്ളം മഴ നിൽക്കാല്ലെങ്കിൽ വീണ്ടും ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഒരു മെസ്സേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ മഴ നിന്നിരിക്കുകയാണ്. പക്ഷേ മലയിലും ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ഏകദേശം ഇപ്പോൾ ഒരു വെള്ളം കയറിക്കൊണ്ടിരിക്കും, നല്ല രീതിയിൽ തന്നെ വെള്ളം കയറുന്നുണ്ട്. ഞാനിവിടെ ഒരു 9 മണിയോട് കൂടി എത്തുമ്പോൾ വെള്ളം തോട്ടിൽ ആണ്. അതിനുശേഷം പെട്ടെന്നാണ് ഒരു 10 മിനിറ്റ് കൊണ്ടാണ് വെള്ളം കയറി ഈ വീട്ടിലേക്ക് ഇപ്പോൾ കയറി എത്തിയിരിക്കുന്നത്, ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്.